വീണ്ടും എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നിഴലും പൊരുളും എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരു പുതിയ വിഷയവുമായിട്ട് ഇന്ന് നിങ്ങളുടെ മധ്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. ഇത് നമ്മുടെ 4ാമത്തെ എപ്പിസോഡാണ്, നിഴലും പൊരുളും എന്ന് പറയുന്ന സബ്ജക്റ്റിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ മുടിയനായ പുത്രൻ്റെ ആ സബ്ജക്റ്റ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ആ ഭാഗമാണ്, ഉപമയാണ് നമ്മൾ എടുത്തത്. ഇന്ന് ഞാൻ എടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ എടുക്കുവാൻ എലയാസറിനെ പറഞ്ഞു വിടുന്നതും, എലയാസർ പോയി ദൈവത്തിൻ്റെ ഹിതത്താലുള്ള റിബേക്കയെ കണ്ടെത്തി ഭവനത്തിലേക്ക് തിരിച്ചു വരുന്ന സബ്ജക്റ്റിലെ നിഴലും പൊരുളുമാകുന്ന അതിൻ്റെ അർത്ഥങ്ങളാണ് വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഏകദേശം 45,000 ഡിനോമിനേഷൻസ് ആണ് ക്രിസ്ത്യൻ ഫീൽഡിൽ ഈ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ ആശയങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചില ഡിനോമിനേഷൻകാർക്ക് മനസ്സിലായെന്ന് വരത്തില്ല, അല്ലെങ്കിൽ അവർക്കതിനെതിരഭിപ്രായം ഉണ്ടായിരിക്കും. അത് സാരമില്ല, നിങ്ങളിത് കേൾക്കുക. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നവർ ഗ്രഹിക്കുക, പറ്റാത്തവർ വിട്ടുകളഞ്ഞേക്കുക. കാരണം ഒരു ആർഗ്യുമെൻറ്റിനോ തർക്കത്തിനോ ഞാനില്ല. കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവർ, അവർ പഠിപ്പിച്ചതും അപ്പച്ചന്മാർ വിളമ്പിത്തന്നതുമായത് തന്നെയാണ് ഞാനും ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. എന്നാൽ അതിനകത്ത് അല്പമായ പുതിയ കാര്യങ്ങളും മറ്റുമുണ്ടാകും. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഞാൻ ഈ കഥയുടെ സമ്മറി ആദ്യം ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിഷയത്തിലേക്ക് വരാം. അബ്രഹാം വയസ്സ് എന്നവനായിട്ട് യഹോവ സകലത്തിലും അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് വളരെ പ്രായമായി കഴിഞ്ഞാണ് ഇസാക്ക് ജനിക്കുന്നുള്ളത് നമുക്ക് കാര്യം അറിയാം. അതിവിടെ എലയാസർ പ്രസ്താവിക്കുന്നുമുണ്ട്. അപ്പോൾ തൻ്റെ വീട്ടിൽ മൂപ്പനായ തൻ്റെ കാര്യവിചാരകൻ എലയാസറിനെ വിളിച്ച്, ദമ്മേശക്കുകാരനായ എലയാസർ എന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ദൈവത്തോട് അബ്രഹാം പറയുന്നുണ്ട്, ഈ ദമ്മേശക്കുകാരനായ എലയാസർ അല്ലാതെ എനിക്ക് അവകാശിയായിട്ട് ആരുമില്ലല്ലോ എന്ന്. എലയാസറിനെ പറഞ്ഞ് ചില എഗ്രിമെൻറ്റുകൾ ചെയ്ത് വിടുകയാണ്. എൻ്റെ ചാർച്ചക്കാരുടെ ഒരിക്കൽ പോയി എൻ്റെ മകൻ ഒരു ഭാര്യയെ എടുക്കണം, അവിടുന്ന് പെൺകൊച്ചിന് വരുന്നില്ലെങ്കിൽ നീ ഉടമ്പടിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കും, എൻ്റെ മകനെ നീ അവിടേക്ക് കൊണ്ടുപോകരുത്. ഇങ്ങനെ ചില നിബന്ധനകളൊക്കെ വെച്ചിട്ട് വേണ്ടുന്ന സാധനങ്ങളും വിശേഷ വസ്തുക്കളും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ഒക്കെ ഒരു ബാഗിലോ സഞ്ചിയിലോ കൊടുത്ത് ഒരു 10 ഒട്ടകങ്ങളും അതിന് പറ്റുന്ന ആൾക്കാരും ഒക്കെയായിട്ടാണ് എലയാസർ മെസൊപ്പൊത്താമ്യയിലേക്ക് പോകുന്നത്. ഏകദേശം 1000-ലധികം കിലോമീറ്റർ ദൂരമുണ്ട് നിയർ അബൌട്ട് യെരുശലേമിൽ നിന്നും ഈ മെസൊപ്പൊത്താമ്യയിലേക്ക്. ഇന്നത്തെ ഇറാഖിൽ ഉള്ള ഊർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ എലയാസർ ഒരു ചെറിയ ടീമായിട്ട് ഈ മെസൊപ്പൊത്താമ്യയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഞാനിവിടെ ഇരിക്കുകയും ഏതെങ്കിലും ഒരു പെങ്കൊച്ചു വന്ന് അവൾ എൻ്റെ ഒട്ടകങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടുവോളം വെള്ളം കോരി തന്നാൽ അവൾ എൻ്റെ യജമാൻ്റെ ഭാര്യയെ ഞാൻ വിശ്വസിക്കും എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എലയാസറും കൂട്ടരും പോകുന്നത്. അങ്ങനെ അവർ മെസൊപ്പൊത്താമ്യയിൽ ചെന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്ന ചില 3-ാം വാക്യത്തിൽ, ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് എൻ്റെ ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചേർച്ചക്കാരുടെ അടുക്കലും ഞാൻ എൻ്റെ യജമാനനായ ഇസഹാക്കിനെ ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കുമെന്ന് പറയുന്നു. എൻ്റെ 6-ാം വാക്യത്തിലാണ് പറയുന്നത്, എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. അനന്തരം ഞാൻ പറഞ്ഞതുപോലെ 10-ാം വാക്യം, ദാസൻ തൻ്റെ യജമാൻ്റെ ഒട്ടകങ്ങൾ 10 ഒട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസൊപ്പൊത്താമ്യയിൽ നാഹോരിൻ്റെ പട്ടണത്തിൽ ചെന്നു. അവിടെ ചെന്ന് ഈ പ്രാർത്ഥനയൊക്കെ കഴിച്ച് അദ്ദേഹം ഇരിക്കുമ്പോഴാണ് റിബേക്ക എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ വെള്ളം കോരാൻ വരുന്നത്. ഇദ്ദേഹം റിബേക്കയോട് ചോദിക്കുകയാണ്, എനിക്കും എൻ്റെ ഒട്ടകങ്ങൾക്കും വെള്ളം കോരി നീ തരുമോ എന്ന് പറയുന്നു. 11-ാം വാക്യത്തിൽ, വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞു തന്നാൽ എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. 15-ാം വാക്യം, അബ്രഹാമിൻ്റെ മകനായ നാഹോരിൻ്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെതുവേലിൻ്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു. നിങ്ങളോട് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, പല സ്ഥലത്തും അമ്മമാരുടെ പേര് പറയും. ഈ അമ്മമാരുടെ പേര് പറയുന്നിടത്ത് അതിന് ചില അർത്ഥങ്ങളുണ്ട്. തീമോഥെയോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ നിന്റെ അമ്മ ലോവീസിലും
നിൻ്റെ വല്യമ്മ എന്നൊക്കെ പറഞ്ഞ് ചില പ്രസ്താവനകളുണ്ട്. അതുപോലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവരുടെ അമ്മമാരെ പറഞ്ഞിട്ട് അവരുടെ സ്വഭാവം അവരെങ്ങനെയുള്ളവരാരെന്ന് വിവരിക്കുന്നുണ്ട്. കാരണം അതിലൊരല്പം ദൈവികമായ ജ്ഞാനമുണ്ട്, ഉപദേശമുണ്ട്. അത് പക്ഷേ ഇപ്പം ഞാനിവിടെ വിവരിക്കുന്നില്ല. അങ്ങനെ ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. ബൈബിളിൽ അതിസുന്ദരി എന്ന് പറഞ്ഞിരിക്കുന്നത് 1 സാറ അതിസുന്ദരി, 2 റിബേക്ക അതിസുന്ദരി, 3 റാഹേൽ അതിസുന്ദരി, 4 ശൂലേമി അതിസുന്ദരി. ഇങ്ങനെയുള്ള ഏതാനും പെൺകുട്ടികളെ കുറിച്ചാണ് അതിസുന്ദരി എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത ചിലയിടത്തൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് ഈ പറയുന്ന അതിസുന്ദരി എന്ന് പറയുന്നതിൽ മർമ്മമുണ്ട്. കാരണം ഈ പറഞ്ഞ 4 സ്ത്രീകളും പുതിയ നിയമ സഭയുടെ നിഴലായിട്ട് വന്നിട്ടുള്ളവരാണ്. സഭ അതിസുന്ദരിയാണ്, നിർമ്മല കന്യകയാണ് സഭ, അതിസുന്ദരിയാണ്. അതുകൊണ്ട് ഈ പറയുന്ന സ്ത്രീകളെല്ലാം അതിസുന്ദരികളാണ്. അതിൻ്റെ 19-ാം വാക്യം, അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിയെടുക്കാം എന്ന് പറഞ്ഞു. പാത്രത്തിലെ വെള്ളം തൊട്ടിയിലൊഴിച്ച് പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടിയിറങ്ങി അവൻ്റെ ഒട്ടകങ്ങൾക്കുമെല്ലാം കോരിക്കൊടുത്തു. 10 ഒട്ടകങ്ങളുണ്ട്. ഈ ഒട്ടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, കാരണം ഞാൻ ഈ സബ്ജക്റ്റ് പഠിക്കാൻ ഏകദേശം ഒരു 10-25 വർഷം മുൻപ് മസ്കറ്റിലെ സലാലയിൽ പോയപ്പോൾ അവിടെ ഒരു അറബിയുടെ വീട്ടിൽ അവിചാരിതമായിട്ട് പോകേണ്ടി വന്നു. എന്നെ ഒരു മലയാളി എഞ്ചിനീയറാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ വീട് പണിയുന്ന കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവരവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ ഒട്ടകങ്ങളുടെ അടുക്കെ പോയി. നിങ്ങളിത് വിശ്വസിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല ആന ഇന്ത്യയിലുള്ളത് കേരളത്തിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി വനാന്തരങ്ങളിലാണ്. ഗവി ആ ഭാഗങ്ങളിലാണ് ഏറ്റവും കരിക്കൊമ്പനും ഉയരമുള്ള ആനകളുമുള്ളത്. ഞാൻ അവിടെ ഗവിയിൽ പോയി ആനകളെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പല ദിവസങ്ങൾ അവിടെ താമസിച്ചിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ പ്രേക്ഷിത പ്രയാണത്തിലാണ് ഞാൻ ആ ഭാഗങ്ങളിലൊക്കെ പോയിരിക്കുന്നത്. പക്ഷേ ആ ആനകളെക്കാട്ടിലും വലിപ്പമുള്ളതാണ് ഇവിടുത്തെ ചില ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും വിശ്വസിക്കാൻ പ്രയാസം വരും. അപ്പോൾ അവിടെ കിടന്ന ഒരു 200 ലിറ്റർ ബാരലെടുത്ത് ഞാൻ പെതുക്കെ ഉരുട്ടി ഒട്ടകം കിടക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കി. ഇതിൻ്റെ ആ വയറും ബോഡിയും ഈ ബാരലിനെക്കാട്ടിലും എത്ര വലിപ്പമുണ്ടെന്ന്. അത് മാത്രമല്ല, ഈ ഒട്ടകങ്ങൾ പതപ്പുകളിലാണ് വെള്ളം സൂക്ഷിക്കുന്നത്. കാരണം അതിന് മരുഭൂമിയിലെ യാത്രയ്ക്ക് ദൈവം അതിനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ പതപ്പുകളിൽ വെള്ളം സൂക്ഷിച്ചാൽ മാസങ്ങളോളം ഇവ വെള്ളമില്ലാതെ അല്ലെങ്കിൽ വെള്ളം കിട്ടിയില്ലെങ്കിലും മരുഭൂമിയിൽ കൂടി ഇവയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയും. 1049 കിലോമീറ്ററാണ് നമ്മളിപ്പോഴത്തെ ഗൂഗിളിൽ നോക്കിയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ 1000-ലധികം ശിഷ്ടം കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന ഒട്ടകങ്ങളാണ്. ഇവരുടെ കയ്യിലെ തുരുത്തിയിലുമൊക്കെ ഉണ്ടായിരുന്ന വെള്ളം തീർന്നു. അപ്പോൾ ഈ പെൺകുട്ടി വെള്ളം കോരിക്കൊടുത്തിട്ട് ഓടി ഇറങ്ങുകയാണ് കിണറ്റിലേക്ക്. പിന്നെയും കോരിക്കൊണ്ട് വരുവാൻ കിണറ്റിലേക്ക് ഓടി ഇറങ്ങി. അതിൻ്റെ 20-ാം വാക്യത്തിലാണ് അത് കാണുന്നത്. ഈ ഓടി ഇറങ്ങി എന്നുള്ളത് ഞാനൊന്ന് കണക്ക് കൂട്ടി എടുത്തിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇവൾ ഓടി ഇറങ്ങി കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ട് കൊടുക്കുക. ഈ സമയത്ത് ഈ ഏലയാസറും കൂടെയുള്ള ആരും ഇവളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇവൾ ഓടി ഇറങ്ങി ഓടിക്കയറി. നിങ്ങൾക്കറിയാം, ഒരു കുട്ടി, ഒരു ബാലയായ കുട്ടിക്ക് എത്ര ലിറ്റർ വെള്ളം കൊണ്ടുവരുവാൻ പറ്റും? മാക്സിമം ഒരു 10 ലിറ്റർ. ഒരു കുടമാണെങ്കിലും ഒരു തൊട്ടിയാണെങ്കിലും മാക്സിമം അതും. പ്രത്യേകിച്ച് നമുക്കറിയാം, പെൺകുട്ടിയുള്ള മാതാപിതാക്കൾക്കറിയാം, പെൺകുട്ടികളെ കൊണ്ട് അധികം വെയിറ്റ് എടുപ്പിക്കത്തില്ല. അതിന് കാരണങ്ങളുണ്ടെന്നും അറിയാം. ഇവൾ ഈ വെള്ളം കോരിക്കൊണ്ടൊഴിക്കുന്നു. 10 ഒട്ടകങ്ങൾ 1000 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന് ക്ഷീണിച്ച് നിൽക്കുക. അവർക്ക് കാര്യമായ ആഹാരം കിട്ടിയിട്ടില്ല. ലാബാൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് ഇവയ്ക്ക് ആഹാരം തന്നെ, തീനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് വിശന്ന് വലഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവൾ കൊണ്ട് ഈ വെള്ളം ഒഴിക്കുമ്പം 10 ഒട്ടകങ്ങൾ നക്കി അങ്ങോട്ട് കുടിച്ചു കഴിയുമ്പോൾ ഒരു തൊട്ടി കൽത്തൊട്ടിയിൽ വീഴുന്നതിന് മുൻപേ ഈ ഒട്ടകങ്ങൾ നക്കി കുടിക്കുക. അപ്പോൾ ഇവൾ വീണ്ടും ഓടുക. ചെറിയൊരു കിണർ ഞങ്ങൾ ആന്ധ്രയിലെ ചിറ്റൂരിനടുത്ത് ഏതാണ്ടൊരു 10-20 വർഷം മുൻപ്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഏകദേശം, ഒരു മീറ്റിംഗ് നടത്താൻ ടീമായി പോയപ്പോൾ അവിടുത്തെ പാസ്റ്റർ ഞങ്ങളെ കുളിക്കാനായിട്ട് ഇങ്ങനൊരു കുളമുണ്ട്, കിണറുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ ഒരാൾ അവിടേക്ക് ഡയറക്റ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പം ഏതാണ്ടൊരു 1/2 ഏക്കർ സ്ഥലത്ത്
വെട്ടിത്താത്തിരിക്കുന്ന കിണറാണ്. ഭയങ്കര വിസ്താരമുള്ള ഏകദേശം ഒരു 1/2 ഏക്കർ അല്ലെങ്കിൽ ഒരു 10-30 സെന്റെങ്കിലും വ്യാസത്തിലുള്ള കിണറാണ്. അതിലേക്ക് ഇറങ്ങുന്നത് അരിഞ്ഞാണം പോലെ അല്ലെങ്കിൽ റോഡ് പോലെ ഇങ്ങനെ വെട്ടിയേക്കുക. താഴോട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഒരു 2 റൗണ്ട് അടിച്ച് 3 റൗണ്ട് അടിക്കുമ്പോൾ നമുക്ക് താഴെ ചെല്ലാം. ഞങ്ങളോട് പറഞ്ഞ് അവിടെ ചെന്ന് അതിനകത്തിറങ്ങി കുളിക്കാമെന്ന് പറഞ്ഞു. അത് കൃഷിക്കുള്ള കിണറാണ്. അതിനകത്ത് നിങ്ങൾക്ക് കുളിക്കാം. അതിന് ചുറ്റും കൃഷി ഭൂമികളാണ്. അവിടേക്ക് മോട്ടർ വെച്ച് ഇവർ ഈ വെള്ളമടിക്കാനായി കിണർ. അന്നാണ് എനിക്ക് റിബേക്ക ഓടിക്കയറി എന്നുള്ള മർമ്മം എനിക്ക് പിടികിട്ടിയത്. ഏതായാലും ഞാൻ കണ്ടത് ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. 21-ാം വാക്യത്തിൽ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തൻ്റെ സ്ത്രീയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന്. 24-15 വരുമ്പോൾ റിബേക്ക പാത്രവുമായി വന്നു. പാത്രവുമായി വന്നതിൻ്റെ അർത്ഥം വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുന്ന സമയം. ഈ വൈകുന്നേരം എന്നൊക്കെ സന്ധ്യാസമയം എന്നൊക്കെ ബൈബിളിൽ പറയുന്നത് കാലത്തിൻ്റെ അന്ത്യമാണ്. അതാണ് പത്രോസ് പെന്തക്കോസ്ത് നാളിൽ 11 പേരോടുകൂടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് ഇത് അന്ത്യകാലമാകയാൽ സന്ധ്യാസമയത്ത് വെള്ളം കോരുവാൻ സ്ത്രീകൾ വരുന്ന സമയം. സ്ത്രീകൾ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്നത് നാമധേയ കൂട്ടത്തെയും നാമധേയ സഭകളെയുമാണ്. വേശ്യാസ്ത്രീ എന്ന് പറയുന്നത് വിഗ്രഹാരാധന കൊണ്ടുവന്നിട്ടുള്ള കൂട്ടങ്ങളെയാണ്. അതേസമയം നിർമ്മല കന്യക എന്ന് എവിടെ ഉദ്ദേശിച്ചാലും അത് നിർമ്മലമായ സഭയാണ്. മണവാട്ടി സഭയുടെ നിഴലും പൊരുളുമായിട്ടാണ് ആ നിർമ്മല കന്യക നിൽക്കുന്നത്. റിബേക്ക പാത്രവുമായിട്ട് വന്നു. അതിനർത്ഥം പരിശുദ്ധാത്മാവിൽ കോരുകയും പാനം ചെയ്യാൻ ആഗ്രഹിക്കുകയും അഭിഷേകത്തിന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ഥലമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോസ്തലപ്രവൃത്തി 2:38 അപ്പോസ്തലപ്രവൃത്തി 16:30 ഈ ഭാഗങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ചും പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നതിനെക്കുറിച്ചും നമുക്ക് കാണാം. അതുമാത്രമല്ല മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വിളക്ക് കത്തിക്കുന്ന 10 കന്യകമാരും 5 പേർക്ക് എണ്ണയില്ലായിരുന്നതും 5 പേർക്ക് എണ്ണയുള്ളതും പറയുന്നു. അപ്പോൾ അങ്ങനെ ദാഹിച്ചു നിൽക്കുന്ന ആ ഉപമയെന്ന് പറയുന്നത് പുതിയ നിയമസഭ ഉദ്ദേശിച്ചാണ്. കാരണം ദൈവസഭയിലെ ദൈവമക്കൾ എപ്പോഴും എണ്ണയുള്ളവരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. ഇതാണ് റിബേക്ക പാത്രമായി വന്നു. 2 പാത്രമെന്ന് പറയുമ്പോൾ തികഞ്ഞ തുറന്ന ഹൃദയത്തെയാണ് അവിടെ കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പാത്രങ്ങൾ ഈ മൺപാത്രങ്ങളിൽ അത്രേ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി കണക്റ്റഡ് വാക്യങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം കണക്ട് ചെയ്ത് പറയുമ്പോൾ എൻ്റെ ഈ എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന 1/2 മണിക്കൂർ കൊണ്ട് തീരത്തില്ല. അപ്പോൾ ഇവൾ വെള്ളം കോരി ഇങ്ങനെ കൊടുക്കുമ്പോൾ പുരുഷൻ അവളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. ഈ പഴയ നിയമത്തിലെ നിഴലും പൊരുളും പറയുന്ന സംഭവങ്ങളിൽ നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. അതിനകത്ത് മോസ്റ്റ്ലി ഭാഗങ്ങളും പൊരുളുമായിട്ട് കണക്റ്റ് ആകുന്നതാണ്. എന്നാൽ ആ കഥയുടെ രീതിയിൽ വരുമ്പോൾ ആ കഥയ്ക്കൂടെ അർത്ഥം കിട്ടണമല്ലോ. അപ്പോൾ ആ കഥയ്ക്ക് അർത്ഥം കിട്ടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനകത്ത് വരും. ഇത് രണ്ടും കൂടെ ചേർന്നായിരിക്കും നിഴലും പൊരുളുമായിട്ടുള്ള കഥകളും സംഭവങ്ങളും വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കാര്യങ്ങൾ പഠിക്കൂ. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 24:21 ഈ പുരുഷൻ അവളെ ഉറ്റുനോക്കി. പുരുഷൻ എന്ന് പറയുന്നത് ഏലയാസർ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഏലയാസറെ താടിക്ക് കൈയുമൊക്കെ കൊടുത്ത് ഈ പെൺകൊച്ചിങ്ങനെ വെള്ളം കോരുന്നത് നോക്കിയിരിക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരു പാസ്റ്റർ ഒരു പെൺകൊച്ചിനെ മാത്രം നോക്കിയിരുന്നാൽ. എന്നാൽ പ്രായമുള്ള പാസ്റ്റർമാർ പലരും ശ്രദ്ധിക്കും. കാരണം അതൊക്കെ അവരെ എൻകറേജ് ചെയ്യാനും മോട്ടിവേഷൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടെ വലിയൊരു ആഴമായ സത്യമുണ്ട്. അത് നമ്മൾ ഗ്രഹിച്ചിരിക്കണം. കിണറിൻ്റെ അരിക്കൽ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ വന്ന് സഭ രക്ഷിക്കപ്പെട്ടു. 120 സംഘം വന്നു. അതിനകത്ത് വരുന്ന ഓരോ വ്യക്തികൾക്കും കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും സുവിശേഷ വേലയിലുണ്ട്. ആഫ്രിക്കയിൽ പോയിട്ടുള്ള സുവിശേഷകരെ നമുക്കറിയാം. വടക്കേ ഇന്ത്യയിലൊക്കെ കേരളത്തിൽ നിന്നാണ് മുഴുവൻ ആൾക്കാരും പോയി തുടക്കമിട്ടിരിക്കുന്നത്. ആന്ധ്ര തെലുങ്കാനയൊക്കെ കേരളക്കാരാണ് പോയി തുടക്കമിട്ടത്. അവർക്കൊക്കെ ഒത്തിരി കഷ്ടങ്ങളും മലേറിയയും രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ചെറിയൊരു ദാസനായ അടിയനും
അവിടെ പോയി ഒത്തിരി കഷ്ടങ്ങളും എതിർപ്പുകളും ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ചോദിക്കത്തില്ലേ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നല്ലേ, എന്താ രോഗം വന്നത്, എന്താ കഷ്ടത വന്നത്, എന്താ എതിർപ്പുകൾ വരുന്നത്, ഇങ്ങനെ പലരും ന്യൂജൻ പീപ്പിളൊക്കെ ചോദിക്കത്തില്ലേ? അതിതാ മർമ്മം. പരിശുദ്ധാത്മാവ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. 21-ാം വാക്യം, ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ഏലയാസർ പരിശുദ്ധാത്മാവിന് നിഴലാണ്, റിബേക്ക സഭയ്ക്ക് നിഴലാണ്. അതുകൊണ്ടാണ് റിബേക്കയും അതിസുന്ദരി എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് പലപ്പോഴും മിണ്ടാതിരിക്കും. നമ്മളെ ഒന്ന് കൈപിടിച്ച് ഹെൽപ്പ് ചെയ്യാത്ത അവസരങ്ങളുണ്ട്. പൗലോസ് അപ്പോസ്തലനൊക്കെ എത്രയോ പ്രാവശ്യം ദേവാലയത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നു, ഭിന്നതകൾ ഉണ്ടാകുന്നു, ആരേത രാജാവ് കൊല്ലാനിട്ട് ഓടിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒത്തിരി പൗലോസിനെ അവസാനം ഗളച്ഛേദം ചെയ്യുകയായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടില്ലേ? അങ്ങനെയല്ലയോ എത്രയോ പേർക്ക്, ചിലർക്കൊക്കെ രോഗങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നിഴലിൽ പറയുകയാണ്. ഇവള് കഷ്ടപ്പെട്ട് വെള്ളം കോരുക, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേർത്ത് കുളിച്ച് ഏകദേശം ഒരൊട്ടകം 100 ലിറ്റർ വെള്ളം കുടിക്കുമെന്നുണ്ടെങ്കിൽ തന്നെ 100 × 10,000 ലിറ്റർ വെള്ളം ആ ഒട്ടകങ്ങൾക്ക് തന്നെ വേണം. 24:10 പറയുന്നല്ലോ 10 ഒട്ടകങ്ങൾ, 24:32 പറയുന്നുണ്ട് കൂടെ ഉള്ളവർ. അപ്പൊ കൂടെ ആൾക്കാരും ഉണ്ടായിരുന്നു. നിയർ അബൌട്ട് 10 പേരൊന്നും കൂട്ടിക്കും. അങ്ങനെ വരുമ്പോൾ എത്ര ലിറ്റർ വെള്ളം ആ കൊച്ചു കോരി കാണും? ഏകദേശം 1040 ലിറ്റർ വെള്ളമെങ്കിലും എൻ്റെ കണക്കിൽ കോരി കാണും. 1040 ലിറ്റർ വെള്ളം കോരണമെങ്കിൽ 140 പ്രാവശ്യം ഓടി കയറിയിട്ടുണ്ട്. ആ കിണറ്റിലേക്ക് ഓടാനുള്ള ദൂരം ഈ ഒട്ടകം നിൽക്കുന്നിടത്തുമായിട്ട് കൂട്ടിയാൽ ഒരു 100 ഫീറ്റ് എന്ന് കൂട്ടിയാൽ 2 സൈഡ് ഓടുമ്പോൾ 200 ഫീറ്റെങ്കിലും വരും. 120 പ്രാവശ്യമോ 140 പ്രാവശ്യമോ ഓടിയാൽ × 200 24,000 ഫീറ്റ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടിയിട്ടുണ്ട്. 24,000 ഭാഗം നിയർ അബൌട്ട് 3,000 ഫീറ്റ് എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ കുളിച്ചാൽ നിയർ അബൌട്ട് 8 കിലോമീറ്റർ 7-8 കിലോമീറ്റർ ദൂരം അവൾ ഓടുകയും കയറുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം ഒരു കണക്കാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ആ കൊച്ചു വളരെ കഷ്ടപ്പെട്ടാണ് ഈ വെള്ളം കോരി ഈ ഏലയാസറിനും ഇവർക്കും കൊടുക്കുന്നത്. പുരുഷൻ ഉറ്റുനോക്കിയിരുന്നു. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെയും പരിശുദ്ധാത്മാവ് ഉറ്റുനോക്കിയിരിക്കും. കഷ്ടങ്ങളും ഭാരങ്ങളുമൊക്കെ നമ്മുടെ മുൻപിലുമുണ്ട്. ഒട്ടകത്തിനല്ലേ ഇവൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ 1/2 ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻമൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ 10 ശെക്കൽ തൂക്കമുള്ള 2 പൊൻവളയും എടുത്ത് അവളോട്, നീ ആരുടെ മകൾ? പിന്നാണ് പറയുന്നത്, ഇത് എടുത്തിട്ടാണ് പറയുന്നത്, നിന്റെ അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപ്പാർക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇതെടുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ചോദിക്കുന്നത്. രാപ്പാർക്കാൻ സ്ഥലമുണ്ട് എന്ന് അവൾ പറയുന്നു. 25-ാം വാക്യം. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ ആഭരണം, അവൻ 1/2 ശെക്കൽ തൂക്കമുള്ള ഒരു പൊന്മൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ 10 ശെക്കൽ തൂക്കമുള്ള 2 പൊൻവളകളും എടുത്ത് അവക്കങ്ങ് കൊടുക്കുകയാണ്. അതിൻ്റെ 53-ാം വാക്യം. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. പിന്നെ എലിയാസർ പറയുകയാണ്, ഞങ്ങളെ താമസിപ്പിക്കൽ, ഞങ്ങളെ പെട്ടെന്ന് വിടണം. അപ്പോൾ അമ്മ പറയുന്നുണ്ട് 10 ദിവസം കൂടെ നിൽക്കട്ടെ. അപ്പോൾ എലിയാസർ പറഞ്ഞു, നോ ഞങ്ങളെ താമസിപ്പിക്കൽ, എൻ്റെ യജമാനോട് നോക്കിയിരിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ ഇവരെല്ലാം കൂടി തിരിച്ച് യെരുശലേമിലേക്ക്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ഇവിടെ 2 പ്രാവശ്യമാണ് എലിയാസർ ആഭരണം കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും, എന്നിൽ ആരെങ്കിലും അല്ലെങ്കിൽ എന്നെയാണ് വിടുന്നെങ്കിൽ, എൻ്റെ യജമാൻ ഇങ്ങനെ വിശേഷ വസ്തുക്കളും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ഒക്കെ തന്ന് എന്നെയാണ് വിടുന്നെങ്കിൽ, ഞാൻ ഒരിക്കലും ഈ ആഭരണം ഈ പെങ്കൊച്ചു വെള്ളം കോരിയ കിണറ്റിൽ വെച്ച് കൊടുക്കത്തില്ല. അല്പമെങ്കിലും ബുദ്ധി എനിക്കുണ്ടെങ്കിൽ. കാരണം ഇവിടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചിട്ട് ഇവള് വരുന്നില്ലെങ്കിൽ ഞാൻ ഈ ആഭരണം കൊടുത്ത് പിന്നെ തിരിച്ചു മേടിക്കാൻ നിൽക്കണ്ടേ? അല്ലെങ്കിൽ എൻ്റെ യജമാനോട് ഞാൻ എന്ത് മറുപടി പറയും? അപ്പോൾ ഇവിടെ ഒരു വലിയ മർമ്മമുണ്ട്. ഇവിടാണ് നിഴലും പൊരുളും കാണുന്നത്. ഇവിടെ ഈ പറഞ്ഞതെല്ലാം നിഴലും പൊരുളുമാണ്. വൈകുന്നേരം, അത് പുതിയ നിയമത്തിലെ അന്ത്യകാലം എന്ന് പറയുന്ന സംഭവമാണ്. പുതിയ നിയമസഭയുടെ തുടക്കമാണ് പറയുന്നത്. വൈകുന്നേരം വെള്ളം കോരാൻ വന്നു. അന്ത്യകാലത്ത് പുതിയ നിയമസഭയ്ക്ക് തുടക്കമിട്ട് അനേകര് ദൈവത്തിൻ്റെ ആത്മാവിൽ പാനം ചെയ്യാൻ വന്നു. ഈ പെങ്കൊച്ചുമായിട്ട് എലയാസർ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. 62-ാം വാക്യം. എന്നാൽ ഇസാക്ക് ബേർലഹീം രോയി വരെ വന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഇസാക്ക് കണ്ടു.
അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്? കല്യാണത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ഒരുങ്ങി വീട്ടിലോട്ട് വരുന്നെന്നിരിക്കട്ടെ, അങ്ങനെ വടക്കേ ഇന്ത്യയിലൊക്കെ പലയിടത്തും വരുന്നുണ്ട്, മുസ്ലിംസിൻ്റെ ഇടയിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ഞാനിത് ദൂരമേ കണ്ടല്ലോ, അപ്പം ഞാനാണ് തിരിച്ചൊരൊറ്റ ഓട്ടം ഓടി എങ്ങനെയെങ്കിലും പെട്ടെന്ന് കുനിഞ്ഞോ പാത്തോ ഓടി ഞാൻ വീട്ടിൽ വന്ന് അബ്രഹാം എൻ്റെ അപ്പച്ചൻ്റെ ഭവനത്തിൽ വന്ന് കണ്ണാടിൻ്റെ മുൻപിൽ പോയി ചില പൗഡറൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് അല്ലെങ്കിൽ തലയൊക്കെ ഒന്ന് ചീകുകയും വൃത്തിയായിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇച്ചൂടെ നല്ലതെടുത്തിട്ട് ഞാൻ അവിടെ നിൽക്കും. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ പങ്കാളിയാകുന്ന ദൈവത്തിൻ്റെ ഹിതത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് വരിക. പക്ഷേ അവൻ ഓടിയില്ല, അവൻ അവിടെ തന്നെ നിന്നു. 64 വാക്യം, റിബേക്കയും തലപൊക്കി ഇസാക്കിനെ കണ്ട് ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി. അവൾ ദാസനോട്, വെളിമ്പ്രദേശം നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എൻ്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ മൂടുപടമെടുത്ത് തന്നെ മൂടി. എന്നിട്ട് താൻ ചെയ്ത കാര്യമൊക്കെ ദാസൻ ഇസാക്കിനോട് വിവരിച്ചു പറഞ്ഞു. അബ്രഹാമാ വിട്ടത്, പക്ഷേ ഇസാക്കിനെ കാണണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? വെളിമ്പ്രദേശത്തേക്ക് ബേർലഹീം രോയി വരെ ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൻ്റെ കിണർ, എൻ്റെ അപ്പൻ്റെ ഉറവയുടെ ഒഴുക്ക് എന്നൊക്കെയാണ് ഈ ബേർലഹീം രോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇസാക്ക് അവിടേക്ക് ഇറങ്ങി വന്നു. ഇതാണ് നിഴലും പൊരുളും. കാരണം റിബേക്കയ്ക്ക് പൊരുളാകുന്ന സഭയെ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് മധ്യാകാശത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പർദീസയിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു മധ്യാകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്നാണ് തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഈ വെളിമ്പ്രദേശത്തെന്ന് പറഞ്ഞാൽ അത് മധ്യാകാശത്തിൻ്റെ നിഴലായിട്ട് വരുന്നതാണ്. ഒന്നാമത്തെ ആഭരണമാണ് സഭയ്ക്ക് പെന്തക്കോസ്ത് നാളിൽ പകർന്ന ആത്മപകർച്ച. അതേസമയം ഭവനത്തിൽ വന്നിട്ട് റിബേക്ക അബ്രഹാമിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്ര തിരിക്കുന്നതിന് മുൻപ് രണ്ടാമതും എലയാസർ ആഭരണം കൊടുക്കുകയാണ്. ഞാനാന്നേ പറഞ്ഞല്ലോ, ആദ്യത്തെ ആഭരണം കൊടുക്കുകയില്ല, വീട്ടിൽ വന്ന് ഈ പെൺകൊച്ചിൻ്റെ സമ്മതമെല്ലാം കിട്ടിയിട്ടല്ലേ നമ്മൾ രണ്ടാമത്തെ ആഭരണം എല്ലാം കൂടെ ഒന്നിച്ചും കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്ന ആഭരണമല്ല ദൈവമക്കളെ, അത് നിഴലിൽ ആഭരണമെന്ന് പറയുമ്പോൾ പൊരുളിൽ വരുന്ന ആത്മപകർച്ച. കാരണം ഇവിടെ 2 പ്രാവശ്യമാണ് സഭയ്ക്ക് ആത്മപകർച്ച ഉണ്ടാകുന്നത്. ഒന്ന്, ആദ്യത്തെ 120 സംഘം കൂടിയിരുന്നപ്പോൾ പെന്തക്കോസ്ത് നാളിൽ നടന്ന ആത്മപകർച്ച. ആ ആത്മപകർച്ച രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ഏതൊരു വ്യക്തിയും ആത്മാവിൽ നിറയണം, ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകണം. അതേസമയം രണ്ടാമത്തെ ആഭരണം കൊടുത്തത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1-ാം വാക്യം അവിടെ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുക. പുതിയ നിയമസഭ, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടും. അന്നിവിടെ ഒരു വ്യാപാര ശക്തി വ്യാപരിക്കും കാഹളം ധ്വനിക്കുമ്പോൾ. അത് രണ്ടാമത് റിബേക്കയ്ക്ക് കൊടുത്ത ആഭരണത്തിൻ്റെ പൊരുളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇതാണ് രണ്ടാമത്തെ ആഭരണം എന്ന് പറയുന്നത്. ഇനി 24-ന്റെ 67 റിബേക്ക മൂടുപടമെടുത്ത് തലയെല്ലാം മുഖമെല്ലാം മൂടി അവിടുന്ന് ഒറ്റ ഓടിയെന്ന് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ ഇല്ല. അതേസമയം അത് കിടക്കുന്നത് ഉത്തമഗീതം 8-ാം അധ്യായത്തിലാണ്, അവസാനത്തെ ഭാഗത്താണ് കിടക്കുന്നത്. തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് മരുഭൂമിയിൽ നിന്നും വരുന്നോൾ ഇവളാർ. അതാണ് മണവാട്ടി സഭ. മധ്യാകാശത്ത് സഭ ചെന്നിട്ട് യേശുക്രിസ്തുവുമായിട്ട് ചേർന്ന് അടുത്ത പർദീസയിലേക്ക് നമ്മൾ പോകും. പർദീസയിലേക്ക് പോകുമെന്നുള്ള സബ്ജക്റ്റ് ഇവിടെ ഇന്നത്തെ എപ്പിസോഡിൽ തീരാത്തത് കൊണ്ട് ഞാൻ അടുത്ത ഭാഗം ഇതോട് ചേർന്ന് വരുന്ന അടുത്ത എപ്പിസോഡിൽ എടുക്കാം. 24-ന്റെ 67 സാറായുടെ കൂടാരം. സാറായുടെ കൂടാരത്തിലേക്കാണ് ഇസഹാക്ക് റിബേക്കയെ കൊണ്ടുപോകുന്നത്. എന്താ അങ്ങനെ?
നമ്മുടെയൊക്കെ മക്കൾ കല്യാണം കഴിച്ചാൽ ആ ഭാര്യയുമായിട്ട് പോകുന്നത് നമ്മുടെ ഭാര്യ വീട്ടിലോട്ടാണോ, അല്ലെ ഭാര്യ താമസിക്കുന്ന വേറെ വീട്ടിലോട്ടാണോ, റൂമിലോട്ടാണോ? അല്ലല്ലോ. ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം നടത്തുമ്പോൾ അവന് വേണ്ടി ഒരു മണിയറയോ ഒരു റൂമോ, ഒരുപക്ഷെ കാശുള്ളവരാണ് AC ഒക്കെ വെച്ച് ഇച്ചിരി നല്ല മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഡബിൾ കോട്ട് വലിയ കട്ടിലൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ മക്കളെ കല്യാണം കഴിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു മർമ്മമുണ്ട്. സാറായുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതാണ് നിഴലും പൊരുളും. ഇതിൻ്റെ ചാർട്ട് ഞാനൊന്ന് വായിച്ചല്ലെങ്കിൽ പറഞ്ഞിട്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ ഈ സാറായുടെ കൂടാരം എന്ന് പറയുന്നത് എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യത്തെ ചാർട്ട് ഇട്ട് പറയുന്നു. ഏലയാസർ ഉൽപ്പത്തി 24:2 പരിശുദ്ധാത്മാവിന് നിഴൽ. യോഹന്നാൻ 15:26, എഫേസ്യർ 4:30, 2 തെസ്സലോനിക്കർ 2:4-7. ജാതികളിൽ നിന്നും എടുക്കരുത് ഭാര്യയെ 24:3. ക്രിസ്തുവിൽ മരിച്ചവരായിരിക്കണം 1 തെസ്സലോനി 4:16, എഫേസ്യർ 5:26, 2 കൊരിന്തി 11:2. ചാർച്ചക്കാരുടെ അടുക്കൽ നിന്ന് ഭാര്യയെ എടുക്കണം. ഇതൊരു വലിയ മർമ്മമാണ്. നാം ചാർച്ചക്കാരാണ്. ഗലാത്യർ 3:29, പത്രോസ് 2:9, റോമർ 4:16. ഇവിടെ ഒരു കാര്യം കൂടി ഓർത്തോണം. ചാർച്ചക്കാരെന്ന് പറയുമ്പോൾ രൂത്തിനോട് പറയുന്നുണ്ട്, ബോവസ് നമ്മളുടെ ചാർച്ചക്കാരൻ, ചാർച്ചക്കാരിൽ നിന്ന് മണവാട്ടിയെ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇതിനൊരു മർമ്മമുണ്ട്. അതുകൊണ്ടാണ് കനാന്യസ്ത്രീകളിൽ സുന്ദരി പിള്ളാരില്ലാഞ്ഞിട്ടും കൃപയുള്ള താഴ്മയും വിനയവും ഇല്ലാഞ്ഞിട്ടൊന്നും മാത്രമല്ല അബ്രഹാം എലയാസറിനെ സ്വന്തം നാട്ടിലെ തൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് വിട്ട് ഈ മർമ്മം അവിടെ കിടക്കുക. അപ്പം നമ്മളും ക്രിസ്തുവുമായിട്ടൊരു ചാർച്ച ബന്ധമുണ്ട്, അല്ലെങ്കിൽ ദൈവവുമായിട്ട്. അതിൻ്റെ സബ്ജക്റ്റും പിന്നീടൊരു ക്ലാസ്സിൽ ഞാൻ എടുക്കാം. അപ്പോൾ അടുത്തത്, മകനെ അവിടേക്ക് കൊണ്ടുപോകരുത് 24:5. യേശു ഭൂമിയിലേക്ക് വരാതെ മധ്യാകാശത്തിലേക്ക് വരികയുള്ളൂ 1 തെസ്സലോനി 4:17. നിന്റെ സന്തതിക്ക്, ഇവിടെ സന്തതി എന്നാണ് പറയുന്നത്, സന്തതികൾക്ക് എന്നല്ല. ഇതൊക്കെ വലിയ മർമ്മമാ. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 7 വാഗ്ദത്തം കൊടുക്കുമ്പോൾ നിന്റെ സന്തതികൾക്കെന്ന് പറയാൻ ദൈവത്തിന് തെറ്റിയതല്ല, അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് ഗലാത്യർ 3:16 പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഉൽപ്പത്തി 12:7 പറയുന്നത് ക്രിസ്തുവിന്, നിന്റെ സന്തതി ക്രിസ്തുവിന്. ഇസഹാക്ക് ക്രിസ്തുവിന് നിഴല, റിബേക്ക സഭയ്ക്ക് നിഴല. അടുത്തത് മെസൊപ്പൊത്താമ്യയിൽ 24:10 അബ്രഹാമിന്റെ പിതാവായ തേരഹിന്റെ സ്ഥലമാണ് ചാർച്ചക്കാർ എന്നുള്ള സബ്ജക്റ്റ് ഞാൻ മേളി പറഞ്ഞല്ലോ. ഭൂമി ദൈവത്തിൻ്റെതാണ്. അപ്പോസ്തലപ്രവൃത്തി 7:2 ചാർച്ചക്കാരെ എടുക്കുക. അപ്പം നമ്മൾ ഈ ഭൂമിയും ഭൂമിയിലുള്ള മനുഷ്യരും ദൈവത്തിൻ്റെ ചാർച്ചക്കാരെങ്ങനെ ആയത്? അത് നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കും ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അതുമാത്രമല്ല, മറ്റൊരു ബന്ധമുണ്ട്. ആ ബന്ധം അതൊറ്റ വാക്കിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ മനുഷ്യൻ അത്രയൊന്നും പോകത്തില്ല. ഉൽപ്പത്തി പുസ്തകം 1:26 ഗോഡ് ക്രിയേറ്റഡ് ദി മാൻ ഇസ് ഓൺ ഇമേജ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. അവിടെ അത് വലിയ മർമ്മം. അത് ഞാൻ പിന്നീട് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സംശയം ഇട്ട് ഒന്ന് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കാം. കാരണം അങ്ങനെ എല്ലാ സബ്ജക്റ്റും എടുക്കാൻ പോയാൽ 100 സബ്ജക്റ്റ് നമ്മൾ എടുക്കണം. എങ്കിലും താല്പര്യമുള്ളവർ പറഞ്ഞാൽ ഞാൻ എടുക്കാം. സ്ത്രീകൾ വെള്ളം കോരുവാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആത്മാവിൽ കോരുക. യോഹന്നാൻ 7:37 കോരുവാൻ വന്നപ്പോൾ വൈകുന്നേരം അന്ത്യകാലം. അപ്പോൾ ആത്മാവിൽ കോരുകയും കുടിക്കുകയും ചെയ്യുന്ന സമയത്ത് നിന്നും സഭ എടുക്കപ്പെടും. മനുഷ്യജാതിയോടുള്ള അവസാനത്തെ ഇടപാട് കാലമാകുന്ന അന്ത്യകാലമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഈ കാലം. യോഹന്നാൻ 7:37, അപ്പോസ്തലപ്രവൃത്തി 1:5, അപ്പോസ്തലപ്രവൃത്തി 2:4, അപ്പോസ്തലപ്രവൃത്തി 2:17, ഗലാത്യർ 4:4. എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ എന്നും പറഞ്ഞ് അവിടെ ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്. അത് കാലത്തിൻ്റെ സമ്പൂർണതയാകുന്ന ഈ അന്ത്യകാലമാണ്. വെള്ളം കോരുവാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫുൾ നിയന്ത്രണത്തിലുള്ള കാലം. അതാണ് കൃപാകാലം. 24:15 ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ദാഹത്തോടെ പാത്രം കാലിയായ ഒരു ഹൃദയമായിട്ട്. അപ്പോസ്തലപ്രവൃത്തി 2:38 ഞങ്ങൾ എന്ത് ചെയ്യണം രക്ഷ പ്രാപിപ്പാൻ. അപ്പോസ്തലപ്രവൃത്തി 16:30 കാരാഗ്രഹ പ്രമാണിയും മറ്റും ചോദിക്കണം ഞങ്ങൾ എന്ത് ചെയ്യണം. മത്തായി 25:1-13 വിളക്കെടുത്ത കന്യകമാരെ കുറിച്ച്. പുരുഷൻ ഉറ്റുനോക്കി, ഞാൻ പറഞ്ഞല്ലോ, ആത്മാവ്
കർത്താവിൻ്റെ മുദ്ര തിരഞ്ഞെടുപ്പാണത്. എഫേസ്യർ 4:30, എഫേസ്യർ 1:14. രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിടും. അത് കഴിഞ്ഞാലും നമുക്ക് കഷ്ടങ്ങളും ഭാരങ്ങളും ഉണ്ട്. എന്തിനെന്നറിയാമോ? ഈ കന്യക, നമ്മളൊക്കെ കന്യകമാരാണല്ലോ വിശ്വാസത്താൽ. അപ്പോൾ കന്യക എൻ്റെ യജമാനന് ഭാര്യയായിട്ട് കൊള്ളാമോ? ഇനിയും ഒന്നാമത്തെ ആഭരണം 24-22 പെന്തക്കോസ്ത് നാളിലെ ആത്മപകർച്ച അപ്പോസ്തലപ്രവൃത്തി 2:1. രണ്ടാമത്തെ ആഭരണം ഉൽപ്പത്തി 24:53. സഭ എടുക്കപ്പെടുമ്പോൾ തേജസ്കരണം ഉണ്ടാകണം. 1 തെസ്സലോനി 4:16, ഫിലിപ്പിയർ 3:21, റോമർ 5:21. അപ്പോൾ സഭ എടുക്കപ്പെടുമ്പോഴും ഇവിടെ ഒരു ആത്മപകർച്ച ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ ആഭരണം. വെളിമ്പ്രദേശം, കാരണം യേശു മധ്യാകാശത്തേക്ക് ഇറങ്ങി വരും. ഉൽപ്പത്തി 24:63, 1 തെസ്സലോനി 4:17 യേശു മധ്യാകാശത്തേക്ക് ഇറങ്ങി വരും. സാറായുടെ കൂടാരം 24:67. ഇവിടെ ഒരു മർമ്മമുണ്ട്, അത് ഇന്ന് ഞാൻ വിവരിക്കുന്നില്ല. നമ്മൾ പറുദീസയിൽ എടുക്കപ്പെടും. സഭ ഇവിടുന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന പോലെ കാഹളം ധ്വനിക്കുമ്പോൾ നാം ഇവിടെ മധ്യാകാശത്തേക്ക് എടുക്കപ്പെടുന്നു. എന്നാൽ നാം മധ്യാകാശത്തിലല്ല 7 വർഷം വസിക്കുന്നത്. അവിടുന്ന് നമുക്കുള്ള പ്രത്യേക പറുദീസയിലേക്ക് പോകും. അതുകൊണ്ട് ഈ സബ്ജക്റ്റ് ഈ സാറായുടെ കൂടാരത്തിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുപോയി? അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്കല്ലേ കൊണ്ടുപോകേണ്ടത് നമ്മളൊക്കെ ആണെങ്കിൽ. പക്ഷെ എന്തുകൊണ്ടാണ് സാറായുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത്? അത് അടുത്ത ഒരു മർമ്മം അല്ലെങ്കിൽ ഒരു ആഴമായ സബ്ജക്റ്റാണ്. അടുത്ത ഭാഗത്ത് അത് എടുക്കാം. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ നിഴലും പൊരുളും മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വചനത്തെ ഗ്രഹിച്ചുകൊണ്ട് അനേകർക്ക് അതിൻ്റെ സത്യങ്ങളെ വിളമ്പിക്കൊടുത്തുകൊണ്ട് ദൈവം നിങ്ങൾക്കും എനിക്കും തന്നിരിക്കുന്ന ആയുസ് തികഞ്ഞ ഓട്ടത്തോടെ ഓടി വിശ്വസ്തയോടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഒരു പാനീയയാഗമായി എരിഞ്ഞടങ്ങാൻ എല്ലാ വിശ്വാസികളെയും നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ പറ്റുന്നവർ ഗ്രഹിക്കുക, ഒരുങ്ങുക. മറ്റുള്ളവർ എന്നെ കമൻറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലായ ഒരു കമൻ്റ് ഇട്ടോ കുഴപ്പമൊന്നുമില്ല, എതിർപ്പും കമൻ്റ് ഇട്ടോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് 45,000 ഡിനോമിനേഷനുള്ള ഈ ലോകത്തിൽ നമ്മൾ എത്ര പറഞ്ഞാലും ഈ ഡിനോമിനേഷൻ ഒന്നും മാറാൻ പോകുന്നില്ല. ഇവിടെ പല ഉപദേശക്കാരുണ്ട്. എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാനോ അങ്ങോട്ട് കൊണ്ടുപോകാനോ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മൾ സത്യങ്ങൾ കാണുന്നത് മനസാക്ഷി വെച്ച് നമ്മൾ പഠിപ്പിക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ കൃപയുള്ളവർ ഏറ്റെടുക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ സാറായുടെ കൂടാരം എന്ന സബ്ജക്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് മുന്നോട്ടും പഴയ നിയമം പുതിയ നിയമത്തിലെ നിഴലും പൊരുളും ഏതാനും എപ്പിസോഡുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സഹകരണം വേണം. നിങ്ങളിത് മനസ്സിലാകുന്നവർ ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ.